ഓക്കെ, നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്, ഫയർ ഡിറ്റക്റ്റ് ചെയ്യാം. ഒരു ഫയറിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രൂപത്തിൽ ആ ഫയർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഫയർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫ്ലെയിം ഉണ്ടാവാറുണ്ട്, സ്മോക്ക് ഉണ്ടാവാറുണ്ട്, ഹീറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് നമുക്ക് അവിടെ ഫയർ ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാം. അപ്പോൾ ഫയർ ഡിറ്റക്ഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ മുഴുവൻ കത്തിപ്പിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ഒരു സമയത്ത് തന്നെ ബാക്കി എല്ലാവർക്കും സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫയർ അലാമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ ഫയറിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫയർ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ മൂന്ന് ആളുകളാണുള്ളത് നമ്മൾ പറഞ്ഞു, ഫ്ലെയിം, സ്മോക്ക്, ഹീറ്റ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്ലെയിമിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സ്മോക്കിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ഹീറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. ഈ മൂന്നെണ്ണത്തിൽ ഒന്നിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഫയർ ഉണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം നമ്മളൊരു ബിൽഡിങ്ങിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ടു ഗിവ് എയർലി വാർണിംഗ് ടു ഏരിയ ഓക്യുപ്പൻസ് ടു എസ്കേപ്പ്. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. അതേപോലെ തന്നെ ടു റൈസ് അലാം ടു സ്റ്റാർട്ടപ്പ് എക്സ്റ്റിങ്യൂഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ തീ അണക്കാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അലാം പോലെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനും നമ്മുടെ ഫയർ എക്സ്റ്റിങ്യൂഷിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് ആക്ച്വലി ഈ ഫയർ അലാം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഈ ഒരു ഫയർ അലാം സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ടെക്നോളജിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു സ്മോക്ക് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഹീറ്റ് ഡിറ്റക്ടർ ഉണ്ട്. ഇത് സിഗ്നൽ കൊടുക്കുന്നത് നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിലോട്ടാണ്. ഈ കൺട്രോൾ പാനലാണ് നമുക്ക് പല രൂപത്തിലായിട്ട് സിഗ്നൽ പുറത്തോട്ട് തരുന്നത്. അത് LED ലൈറ്റ് ആയിട്ടായിരിക്കാം, അലാം ആയിട്ടായിരിക്കാം, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഔട്ട്പുട്ട് തരും. അത് ഇതിലോട്ട് ഇൻപുട്ട് കൊടുക്കുന്ന സാധനവും ഇത് ആ പാനൽ അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു ഇതാണ്. ഇങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പല സെൻസേഴ്സിൻ്റെ ഇൻപുട്ട് ഈ ഫയർ അലാം കൺട്രോൾ പാനലിലോട്ട് കിട്ടി അതിൻ്റെ ബേസിൽ അത് അലാമോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ഫയർ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതിൽ നമ്മൾ ഏത് സ്പെസിഫിക് ആയിട്ട് ഒരു ഡിറ്റക്ടറിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഡിറ്റക്ടർ എന്നുള്ള രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഡിറ്റക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്: സ്മോക്ക് ഡിറ്റക്ടർ, ഹീറ്റ് ഡിറ്റക്ടർ, ഫ്ലെയിം ഡിറ്റക്ടർ. അപ്പോൾ സ്മോക്ക് എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുള്ള ഡിറ്റക്ടറാണ് സ്മോക്ക് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അയോണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ, അടുത്തത് ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഡിറ്റക്ടർ. അപ്പോൾ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇനി അയണൈസേഷൻ നടത്തിയിട്ടാണ് നമ്മൾ അവിടുത്തെ സ്മോക്കിനെ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയും. ഈ ഒപ്റ്റിക്കൽ മെത്തഡിനെ, ഒപ്റ്റിക്കലിന് പറയുന്ന വേറൊരു പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഡിറ്റക്ടർ. ഇത് 2 രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ലൈറ്റ് ഒബ്സ്ക്യൂറേഷൻ മെത്തഡും അടുത്തത് ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തഡും. എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ നമുക്കുള്ള അടുത്ത ഡിറ്റക്ടറാണ് ഹീറ്റ് ഡിറ്റക്ടർ. ഹീറ്റും നമുക്ക് 2 രൂപത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ROR റൈറ്റ് ഓഫ് റൈസ് ടൈപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ്, ഒന്ന് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പും അടുത്തത് ROR അല്ലെങ്കിൽ റൈറ്റ് ഓഫ് റൈസ് ടൈപ്പ് ഡിറ്റക്ടർ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫ്ലെയിം ഡിറ്റക്ടർ. ഫ്ലെയിമിനെ മനസ്സിലാക്കാൻ നമ്മൾ 2 മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുക. ഒന്നുകിൽ IR അല്ലെങ്കിൽ UV, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഡിറ്റക്ടറാണ് സ്മോക്ക്, ഹീറ്റ്, ഫ്ലെയിം. സ്മോക്ക് അയണൈസേഷൻ മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ വെച്ചിട്ടോ ചെയ്യാം. ഇനി ആ ഒപ്റ്റിക്കൽ സ്മോക്ക് 2 രൂപത്തിലുണ്ട്: ലൈറ്റ് ഒബ്സ്ക്യൂറേഷൻ മെത്തേഡും ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡും. ഹീറ്റ് ഡിറ്റക്ടർ ആകുമ്പോൾ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പും ഉണ്ട്, റൈറ്റ് ഓഫ് റൈസ് ടൈപ്പ് അല്ലെങ്കിൽ ROR ടൈപ്പ് ഉണ്ട്. ഫ്ലെയിം ആകുമ്പോൾ IR അൾട്രാ വയലറ്റ്. ഈ ഒരു ഇത് അങ്ങോട്ട് ആദ്യം പഠിക്കുക, പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ കവറായി. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സ്മോക്ക് ഡിറ്റക്ടറാണ്. സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്മോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്മോക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫയർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്മോക്കിനെ മനസ്സിലാക്കി പെട്ടെന്ന് അലാം സിസ്റ്റത്തിലോട്ട് സിഗ്നൽസ് കൊടുക്കും. അതാണ് ഈ സ്മോക്ക് ഡിറ്റക്ടർ ചെയ്യാം.
ഓക്കെ, രണ്ട് രൂപത്തിലുണ്ട് നമ്മൾ പറഞ്ഞു, അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടറും ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടറും. അത് ഫർദർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഒബ്സ്ക്യൂറേഷനും ലൈറ്റ് സ്കാറ്ററിങ്ങും. അപ്പോൾ എ സ്മോക്ക് ഡിറ്റക്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് സെൻസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ സ്മോക്ക് ടിപ്പിക്കലി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഫയർ. വിസിബിൾ ആയിട്ടുള്ളതോ ഇൻവിസിബിൾ ആയിട്ടുള്ളതോ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ഫംഗ്ഷൻ. രണ്ട് ടൈപ്പ്, അയണൈസേഷനും ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടറും. അതിൽ അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാവും, ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ എയറിലുള്ള നൈട്രജൻ ഓക്സിജൻ മോളിക്യൂൾസുമായി കൂടി ചേർന്നിട്ട് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ ഒരു ചെറിയ ഇലക്ട്രിക്കൽ കറൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ കയ്യിലൊരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്, അതിൽ ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആൽഫ പാർട്ടിക്കിൾസ് എയറിലെ മോളിക്യൂൾസുമായി കൂടി ചേർന്നിട്ട് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അയോൺസ് കാരണം അവിടെ ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എയർ ആണ് കേട്ടോ, ഫ്രഷ് എയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സിറ്റുവേഷനാണ് പറഞ്ഞത്. ഇനി എയറിന് പകരം സ്മോക്കാണ് അവിടെ വരുന്നതെങ്കിൽ, ഇപ്പോൾ ആൾറെഡി കുറച്ച് കറണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ഈ കറൻറ്റിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ വരും. എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാവുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും, കറണ്ടിൻ്റെ അളവ് കുറഞ്ഞു വരും. കാരണം അവിടെ സ്മോക്കാണുള്ളത്, എയർ അല്ല സ്മോക്കാണ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ അളവ് കുറയുന്നത് അവിടെ സ്മോക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനർത്ഥം അവിടെ ഫയർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ആൽഫ പാർട്ടിക്കിൾസ് എയറിലെ മോളിക്യൂൾസുമായിട്ട് കൂടിച്ചേർന്ന് അയോൺസ് ഉണ്ടാവും. ഈ അയോൺസ് ആണ് ചെറിയൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ട് എപ്പോഴാണ് കുറയുക? ഈ എയറിന് പകരം അവിടെ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ കുറയും, അല്ലെങ്കിൽ അയോൺസിൻ്റെ ഫ്ലോ കുറയും. ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അയോൺസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇതിൽ നിന്നാണ് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുക. ഈ ആൽഫ പാർട്ടിക്കിൾസ് എയറുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ്, നൈട്രജൻ ഓക്സിജനുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാകും. ഈ ചാർജസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രഷ് എയർ വരുമ്പോഴുള്ള കേസാണ്. ഈ ചാമ്പറിനകത്തോട്ട് ഇനി സ്മോക്ക് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്മോക്ക് വരികയാണെങ്കിൽ ഇതിലുണ്ടാവുന്ന ഈ അയോൺസിൻ്റെ എണ്ണം കുറയും, അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കുറയും, സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് കുറയും. അപ്പോൾ എത്രമാത്രം ഇലക്ട്രിക് കറൻറ്റ് കുറഞ്ഞു അത്രയും സ്മോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. വേഗം സിഗ്നൽസ് അലാം സിസ്റ്റത്തിലോട്ട് പോകും, സ്മോക്ക് ഉണ്ടായിട്ടുണ്ട്, ഫയർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സിഗ്നൽസ് പോകും. ഇതാണ് ഒരു അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ. അപ്പോൾ അതിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, അയണൈസേഷൻ എന്നുള്ളത് തന്നെയാണ്, എയറിനെ അയണൈസേഷൻ ചെയ്യുകയാണ്. അതിൽ ഫ്രഷ് ആയിട്ടുള്ള എയർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവും, നേരെ മറിച്ച് അതിലോട്ട് സ്മോക്ക് വന്നു കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ അളവ് കുറയും. അതാണ് അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ. ഇതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിസിബിൾ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ വരെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയറിന് പല പല സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻസിപ്പിയൻ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ ഇൻസിപ്പിയൻ്റ് സ്റ്റേജിൽ തന്നെ ഫയറിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ വലിയ കാര്യമാണ്. കാരണം ഫയർ സ്പ്രെഡ് ആവും തോറും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഈ അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫയർ കാരണം അല്ലാതെ വേറെ എന്തെങ്കിലും ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും ഇതിൻ്റെ ഈ കറണ്ടിൻ്റെ അളവ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അലാം പ്രൊഡ്യൂസ് ചെയ്യും. അതിനൊറ്റ കാര്യം അറിയുള്ളൂ, കറണ്ട് കുറഞ്ഞാൽ അലാം ഉണ്ടാക്കുക എന്നുള്ളത്, സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഈ സ്മോക്ക് ഡിറ്റക്ടർക്ക് അറിയുള്ളൂ. ഫാൾസ് അലാം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിലുള്ള ഡിറ്റക്ഷൻ പോസിബിൾ ആണ്, ഇൻസിപ്പിയൻ്റ് സ്റ്റേജിലുള്ള ഡിറ്റക്ഷൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൾസ് അലാം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഡസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്. ഇതാണ് അവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. അപ്പോൾ ഇതാണ് അയണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടർ. സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ. അത് ചിലപ്പോൾ എക്സാമിന് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഡിറ്റക്ടർ. ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലായി ഫിസിക്സിൽ പഠിച്ചു വരുന്നതാണ് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഫോട്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ലൈറ്റ് വെച്ചിട്ടുള്ള കളിയാണെന്നുള്ളത് മനസ്സിലാക്കുക, അതന്നെയാണ് അതിൻ്റെ ബേസ്. നമുക്ക് ഒരു സോഴ്സ് ഉണ്ടാവും, അതിൽ നിന്നൊരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ് നമ്മൾ ലെൻസിലൂടെ പാസ് ചെയ്യും. ഇത് പ്രൊഡ്യൂസ് ചെയ്യാനൊരു സോഴ്സ് ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനും നമുക്കൊരു റിസീവർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ സിഗ്നൽ ലോസ് ആവുന്നുണ്ടെങ്കിൽ അവിടെ സ്മോക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫോട്ടോ ഇലക്ട്രിക് സ്മോക്ക് ഡിറ്റക്ടറിനകത്ത് സോഴ്സ് ഓഫ് അത് ഇൻഫ്രാറെഡ് ആയിരിക്കാം, വിസിബിൾ ആയിരിക്കാം, അൾട്രാവയലറ്റ് ലൈറ്റ് ആയിരിക്കാം. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും, ലെൻസ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് റിസീവർ. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, സോഴ്സ്, ലെൻസ്, റിസീവർ, ഇങ്ങനെ മൂന്നാളാണ് ഈ ഒപ്റ്റിക്കൽ
സ്മോക്ക് ഡിറ്റക്ടറിനകത്ത് ഉണ്ടാവുക. അതിപ്പോൾ ലൈറ്റ് ഒബ്സ്ക്യൂറിങ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ടൈപ്പ് ആണെങ്കിലും ലൈറ്റ് സ്കാറ്ററിങ് അല്ലെങ്കിൽ സെൻസിങ് ടൈപ്പ് ആണെങ്കിലും രണ്ടിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടാവും. നമുക്കൊരു സോഴ്സ് ഉണ്ടാവും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിന് ഫോക്കസ് ചെയ്യാനൊരു ലെൻസ് ഉണ്ടാവും, പിന്നെ നമുക്കത് റിസീവ് ചെയ്യാനൊരു റിസീവർ ഉണ്ടാവും. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇവിടെ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് നമ്മൾ സ്ട്രൈറ്റ് ബീമാക്കി ഇതിലൂടെ ഈ ഒരു പാത്തിലൂടെ പാസ് ചെയ്യാണ്. നമുക്കതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റിസീവർ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലൊരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ടിൽ വേരിയേഷൻ എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന, നമ്മൾ സോഴ്സിൽ നിന്ന് ലൈറ്റ് കൊടുത്ത് റിസീവറിൽ എത്തുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് കറണ്ട് ഇതിലുണ്ടാവും. ആ കറണ്ടിൽ വേരിയേഷൻ വരും. ഓക്കെ, എപ്പോഴാണ് ഉണ്ടാവുക? ഇതിലെ പാത്തിൽ ഡിസ്റ്റർബൻസ് വരുമ്പോൾ. എപ്പോഴാണ് അതിലെ പാത്തിൽ ഡിസ്റ്റർബൻസ് വരിക? അവിടെ സ്മോക്ക് വരുമ്പോൾ. അപ്പോൾ എത്രമാത്രം ഇവിടെ നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന സ്മോക്കിൻ്റെ അളവിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ ഇത്ര ജസ്റ്റ് എക്സാമിന് പറയാം. നമുക്കൊരു സോഴ്സ് ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, ഒരു ലെൻസ് ഉണ്ട്. എ ബീം ഓഫ് ലൈറ്റ് അറേഞ്ച്ഡ് ടു ഫാൾ ഓൺ എ ഫോട്ടോ ഇലക്ട്രിക് സെൽ ആൻഡ് ഇഫ് ദ atmosphere between the light source and the cell is clear, if the atmosphere between source and receiver is clear, the balance of the electric circuit is not disturbed. നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ, വിച്ച് മീൻസ് അവിടെ സ്മോക്ക് ഒന്നും ഇല്ല, ഫ്രഷ് എയർ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. അവിടെ അങ്ങോട്ട് സ്മോക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു പാത്തിന് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഇലക്ട്രിക് കറണ്ടിന് ഡിസ്റ്റർബൻസ് വരും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഔട്ട്പുട്ടിന് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അത് അലാം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലൈറ്റ് ഒബ്സ്ക്യൂറേഷൻ മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതിന് അഡ്വാൻറ്റേജ്, ലാർജ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ക്വിക്ക് ആക്ടിങ് ആണ്. ഹൈ അട്രിമസ് എന്ന് പറഞ്ഞാൽ ഹൈ ബിൽഡിങ്സിലൊക്കെ അത് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം കറക്റ്റ് അലൈൻമെൻ്റ് ആയിരിക്കണം സോഴ്സും റിസീവറും തമ്മിലൊക്കെ. ഇല്ലെങ്കിൽ അത് ഫാൾസ് സിഗ്നൽസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഒബ്സ്ക്യൂറിങ് സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി ലൈറ്റ് സ്കാറ്ററിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് സെൻസിങ് ടൈപ്പാണ്. ഇവിടെ ആക്ച്വലി എനിക്ക് ഫിഗർ കണ്ടാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ബാരിയർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൽ കേസിൽ, ഗ്യാസ് ഒന്നും ഇല്ലാത്ത നോർമൽ കണ്ടീഷനിൽ നമ്മൾ ലൈറ്റ് ഇങ്ങോട്ട് കൊടുത്താലും ഈ ബാരിയർ കാരണം ഈ ഫോട്ടോ സെല്ലിന് സിഗ്നൽസ് ഒന്നും റിസീവ് ചെയ്യില്ല. ഓക്കെ, വൺസ് ഇവിടെ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്കാറ്റർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവും. അപ്പോൾ അതിന് കുറച്ച് സിഗ്നൽസ് ആർക്ക് കിട്ടും? ഈ ഫോട്ടോ സെൽസിന് കിട്ടും. അത് വെച്ചിട്ടാണ് ഇവിടെ സ്മോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സെൻസിങ് എന്നുള്ള പേര്. ലൈറ്റ് വരുന്നു, ബാരിയർ, നോർമൽ കേസിൽ ബാരിയർ ഉള്ളത് കൊണ്ട് ഫ്രഷ് ആയിരുന്ന എയർ ആണെങ്കിൽ അത് എങ്ങോട്ടെത്തില്ല, നമ്മുടെ ഫോട്ടോ സെല്ലിലോട്ട് എത്തില്ല. എപ്പോഴാണോ അവിടെ സ്മോക്ക് വരുന്നത് ആ സമയത്ത് അതിൽ സ്കാറ്റർ ചെയ്തിട്ട് സിഗ്നൽസ് അങ്ങോട്ട് റിസീവ് ചെയ്യും. അപ്പോഴാണ് ആ സർക്യൂട്ട് ക്ലോസ് ആവുക, അപ്പോഴായിരിക്കും അലാംസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ടു വിഷ്വൽ പാർട്ടിക്കിൾസ് ഓഫ് സ്മോക്ക്, ഡിറ്റക്ടിങ് സ്മോൾഡറിങ് ലോ ഹീറ്റ് ഫയർസ്. സ്മോൾഡറിങ് ഫയർ എന്താക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോൾഡറിങ് ഫയറൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർലി കണ്ടാമിനേഷൻ ബൈ ഡസ്റ്റ് കോസിങ് റെഡ്യൂസ്ഡ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ആൾറെഡി അവിടെ കുറച്ച് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും, അല്ലെങ്കിൽ ഫാൾസ് എല്ലാം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ലൈറ്റിൻ്റെ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഒബ്സ്ക്യൂറേഷൻ മെത്തേഡും അതുപോലെ തന്നെ അടുത്തത് സ്കാറ്ററിങ് മെത്തേഡും. രണ്ടും അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. ഒബ്സ്ക്യൂറേഷൻ മെത്തേഡിൽ നമ്മൾ സ്ട്രൈറ്റ് ബീം, റിസീവറും അതേപോലെ തന്നെ സോഴ്സും ഉണ്ട്. ഇതിനകത്തൊരു കറണ്ട് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. ഇലക്ട്രിക് സർക്യൂട്ട്, കറണ്ട് എന്നല്ല, ഇലക്ട്രിക് സർക്യൂട്ട് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ച് ആ സർക്യൂട്ടിൻ്റെ ബാലൻസ് പോകും. അത് എപ്പോഴാണ് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്ക് വരുന്ന സമയത്താണ്. ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി എഴുതാൻ പറ്റും. അടുത്തത് നമ്മൾ പറഞ്ഞത് ലൈറ്റ് സ്കാറ്ററിംഗ് ആണ്. ലൈറ്റ് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ നമുക്കൊരു സോഴ്സും ഒരു റിസീവറും ഉണ്ട്. അതിനകത്തൊരു ബാരിയർ വെച്ചിട്ടുണ്ട്. നോർമൽ കണ്ടീഷനിലാകുമ്പോൾ സിഗ്നൽസ് ഫോട്ടോ സെൽസിലോട്ട് എത്തില്ല. എപ്പോഴാണോ അവിടെ ഒരു സ്മോക്ക് വരുന്നത് അപ്പോൾ ഇതിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ഇതിലോട്ട് എത്തും. അപ്പോൾ ആ സർക്യൂട്ട് ക്ലോസ് ആവും, അവിടെ നമുക്ക് അലാംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, as long as there is no suspended particles in the air, the electrical balance of the detector remains undisturbed. But as soon as the smoke enters the detector, the light rays are scattered around the light barrier and reach the photoelectric cell to change the electrical balance. രണ്ടും ഇലക്ട്രിക്കൽ ബാലൻസ് അതിനെ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു സിഗ്നൽസിൽ വേരിയേഷൻ വരുമ്പോഴാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഇപ്പോൾ നമ്മൾ സ്മോക്ക് ഡിറ്റക്ടർ കഴിഞ്ഞു. ഇനി നമുക്ക് ഹീറ്റ് ഡിറ്റക്ടറും ഫ്ലെയിം ഡിറ്റക്ടറും കൂടെ ഉണ്ട്. ഹീറ്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്തിട്ട് സിഗ്നൽസ് അല്ലെങ്കിൽ അലാംസ് കൊടുക്കുന്ന ആളാണ് ഹീറ്റ് ഡിറ്റക്ടർ. ഓക്കെ,
വെരി ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ആർ ഓൺലി പ്രസൻറ്റ് ഡ്യൂറിങ് ഫയർ. സ്വാഭാവികമായിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചറിൽ ഈ അലാംസ് വർക്ക് ചെയ്യില്ല. ആ ടെമ്പറേച്ചർ പരിധിയിൽ കൂടുതൽ കൂടുന്ന സമയത്താണ് നമുക്ക് ഈ അലാംസ് അലേർട്ടായിട്ട് നമുക്ക് സിഗ്നൽസ് തരിക. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്പാൻഷൻ, മെൽറ്റിംഗ് ഓഫ് ഹീറ്റഡ് മെറ്റീരിയൽ, ചേഞ്ചസ് ഇൻ ദി റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ രണ്ട് ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പും അടുത്തത് ROR അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടെമ്പറേച്ചർ റൈസ് ടൈപ്പും. ഓക്കെ, ഫിക്സ്ഡ് ടെമ്പറേച്ചറും റേറ്റ് ഓഫ് ടെമ്പറേച്ചർ റൈസ് ടൈപ്പും ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിക്കണം. ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ് ഹീറ്റ് ഡിറ്റക്ടർ, റേറ്റ് ഓഫ് ടെമ്പറേച്ചർ റൈസ് ഹീറ്റ് ഡിറ്റക്ടർ അല്ലെങ്കിൽ ROR എന്ന് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ പറഞ്ഞത് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പാണ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഇത് എപ്പോഴാണ് സിഗ്നൽസ് നമുക്ക് തരിക? ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ ആ ടെമ്പറേച്ചർ ലിമിറ്റിന് കൂടുതൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സമയത്ത്, അത് എപ്പോഴാണ് ഉണ്ടാവുക? ഫയർ ഉണ്ടാകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടും. ഇപ്പോൾ നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറിന് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അലാംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ബേസിക്കലി ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ബൈമെറ്റാലിക് ടൈപ്പ് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പിന് പകരം ബൈമെറ്റാലിക് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏത് ബൈമെറ്റാലിക് എന്ന് പറഞ്ഞാലും ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെ ഒന്നുകൂടി ഡെപ്തിലോട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിൽ പേരിൽ തന്നെ ഉണ്ട് ബൈമെറ്റാലിക് ആണ് അല്ലേ. അപ്പോൾ രണ്ട് മെറ്റാലിക് പ്ലേറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഫിഗർ കാണിച്ചു തരാം, നോക്കാം. രണ്ട് മെറ്റാലിക് പ്ലേറ്റ്, ഇപ്പോൾ ഇത് കോപ്പർ ഉണ്ട്, ഒന്ന് അയൺ ഉണ്ട്. നിങ്ങൾക്ക് രണ്ട് മെറ്റാലിക് പ്ലേറ്റുകളുണ്ട്. ഇത് മെക്കാനിക്കലുകാർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിതിലോട്ട് തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ടും എക്സ്പാൻഡ് ആവും. ചൂടാക്കുന്ന സമയത്ത് രണ്ടും എക്സ്പാൻഡ് ആവും. ഇനി ഇതിലിപ്പോൾ റെഡ് കളറിൽ കാണുന്നത് കൂടുതൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്, മറ്റേത് വളരെ കുറച്ച് എക്സ്പാൻഡ് ആയിട്ടുള്ളൂ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ രണ്ട് മെറ്റീരിയലിലും നമ്മൾ 10 ഡിഗ്രി വെച്ച് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ അല്ല എക്സ്പാൻഡ് ചെയ്യുക. ഏതിനാണോ ആൽഫ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടുതൽ അത് നന്നായിട്ട് എക്സ്പാൻഡ് ആവും. തെർമൽ എക്സ്പാൻഷൻ കോയിഫിഷ്യൻ്റ് കുറവായിട്ടുള്ള സാധനം, അതായത് 1 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് എത്ര എക്സ്പാൻഡ് ചെയ്യും, അതാണ് ഈ തെർമൽ കോയിഫിഷ്യൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നന്നായിട്ട് എക്സ്പാൻഡ് ആവും, കുറവാണെങ്കിൽ വളരെ കുറച്ചേ എക്സ്പാൻഡ് ആവുള്ളൂ. നമ്മുടെ ഈ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ടൈപ്പ് അല്ലെങ്കിൽ ബൈമെറ്റാലിക് ടൈപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിനും ഡിഫറൻറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഒന്നിന് തെർമൽ എക്സ്പാൻഷൻ കൂടുതലായിരിക്കും, കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടുതലും, ഒന്നിന് കുറവായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഹീറ്റ് വരുന്ന സമയത്ത് ഒന്നിന് അത്യാവശ്യം നമുക്ക് സ്ട്രെങ്ത്തും വേണം, എന്നാൽ എക്സ്പാൻഡ് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ നല്ലോണം കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനിൽ ഒറ്റ പ്ലേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബെൻഡാവും. ബെൻഡായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്തോളുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനാണ് നമ്മൾ ഒന്ന് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടിയതും ഒന്ന് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞതെടുക്കുന്നത്. ഒന്ന് മനസ്സിലായിട്ട് ഇത്ര മനസ്സിലാക്കുക. ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാലിക് സാധനങ്ങൾ അത് എക്സ്പാൻഡ് ആവും. അത് എത്ര എക്സ്പാൻഡ് ആവുമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ടേമാണ് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് കൂടുതലുള്ളതുകൊണ്ട് കുറവുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് കൂടുതലുള്ളതും ഒന്ന് കുറവുള്ളതും ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് എൻ്റെ ഈ കാണുന്നത് വലുതായി കാണിച്ചാണ് ഇവിടെ കേട്ടോ, രണ്ട് മെറ്റാലിക് പ്ലേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് ബൈമെറ്റാലിക് പ്ലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് മെറ്റൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സർക്യൂട്ടിലോട്ട് നോർമൽ കണ്ടീഷനിൽ ഈ രണ്ട് സർക്യൂട്ടും ക്ലോസ്ഡ് അല്ല, ഈ കോണ്ടാക്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇത് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. നമുക്ക് ഫയർ അലാം നിങ്ങൾക്കറിയാം, ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് കറണ്ട് പോവുക, അപ്പോഴാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നോർമൽ കണ്ടീഷനിൽ, നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിട്ടില്ല. ഓക്കെ, വൺസ് ഇവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ഹീറ്റ് വന്നു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഹീറ്റ് വരും. ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ബൈമെറ്റാലിക് പ്ലേറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഹീറ്റിൻ്റെ എമൗണ്ട് കൂടി നമ്മളൊരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിവിടെ വന്നിട്ട് മുട്ടും. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് അലാം സിഗ്നൽ പോകും.
ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ കേസിൽ ഇത് താഴോട്ടാണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഹീറ്റിൻ്റെ എമൗണ്ട് പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആവും. നമ്മൾ അതിനൊരു ടെമ്പറേച്ചർ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ക്ലോസ്ഡ് ആവും. ഇത് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഫയർ അലാം സിഗ്നൽസ് സെൻഡ് ആവും. ഇതാണ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ്. അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ വരക്കണം. ഒന്നുകിൽ ഈ ഫിഗർ വരക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ സിംഗിൾ മെറ്റൽ വെച്ചിട്ടുള്ളതും, സിംഗിൾ മെറ്റൽ ആകുമ്പോൾ നമ്മൾ സിംപിളി സപ്പോർട്ടഡ് പോലെ രണ്ട് എൻഡിൽ നിന്നും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ ആവശ്യം സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്കിത് ഒരെൻഡിൽ മാത്രം സപ്പോർട്ട് കൊടുത്താലും പറ്റുന്നതാണ് ബൈമെറ്റാലിക്. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഫയർ അലാം ഉണ്ടാവുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഇവിടെ ഓപ്പൺ ആണ്. വൺസ് ഹീറ്റ് എമൗണ്ടിൻ്റെ അളവിൽ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിക്സഡ് ടെമ്പറേച്ചർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. അപ്പോൾ നമുക്ക് അലാം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗർ നിങ്ങൾ എക്സാമിന് വരയ്ക്കുക. ഒന്നുകിൽ ഇത് വരക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ വരക്കാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ചാൽ അതുപോലെ വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ടെമ്പറേച്ചർ ടൈപ്പ് അല്ലെങ്കിൽ ബൈമെറ്റാലിക് ടൈപ്പാണ്. എന്താണിത്? ഹീറ്റ് ഡിറ്റക്ടർ. നമ്മൾ ആൾറെഡി പഠിച്ചത് സ്മോക്കാണ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് ഡിറ്റക്ടറിൻ്റെ ഫസ്റ്റ് ടൈപ്പ് പഠിച്ചു, ഫിക്സ്ഡ് ടെമ്പറേച്ചർ ടൈപ്പ്. അതിന് ടെമ്പറേച്ചർ റേഞ്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 58 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ നമ്മൾ വെക്കാറ്. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ത്രഷോൾഡ് വാല്യൂ ആയിട്ട് 58 ഡിഗ്രി. ഈ 58 ഡിഗ്രിനേക്കാളും കൂടി കഴിഞ്ഞാലാണ് ഈ ബൈമെറ്റാലിക് പ്ലേറ്റ് അവിടെ കോണ്ടാക്ട് എക്സ്പാൻഡ് ചെയ്ത് കോണ്ടാക്ട് വന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് അലാംസ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 136.4 ഡിഗ്രിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഏതായാലും ഒന്നെങ്കിലും ഓർത്ത് വെക്കുക, 58 ഡിഗ്രിയാണ് ഫിക്സ്ഡ് ടെമ്പറേച്ചറിലെ ത്രഷോൾഡ് വാല്യൂ. ഇതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ കോസ്റ്റ് ആണ്. സ്മോക്ക് ഡിറ്റക്ടറിനേക്കാളും കോസ്റ്റ് കുറവാണ്, റിലയബിൾ ആണ്. സ്മോക്ക് ഡിറ്റക്ടർ നമ്മൾ പറഞ്ഞ ഡസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സിഗ്നൽ ഫാൾസ് അലാംസ് നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ പക്ഷേ ഹീറ്റ് കൂടി അത് ആ ഒരു കോണ്ടാക്ട് ഉണ്ടായാൽ മാത്രമേ അലാംസ് ഉണ്ടാവുള്ളൂ. അതിന് റിലയബിലിറ്റി കൂടുതലാണ്. പിന്നെ ഡസ്റ്റ് ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. മെയിൻ്റനൻസ് മിനിമലാണ്. ഇനി സ്മോക്ക് ഡിറ്റക്ടേഴ്സിന് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് വളരെ സ്ലോ ആയിരിക്കും. കാരണം ആ ടെമ്പറേച്ചർ കൂടി അത്രയും ടെമ്പറേച്ചറിലോട്ട് എത്തുന്ന സമയത്ത്, 58 ഡിഗ്രി ആ ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിലോട്ട് എത്തുന്ന സമയത്ത് മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സ്മോക്ക് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യും, പക്ഷെ അത് ഫാൾസ് അലാം തരാനുള്ള ചാൻസ് കൂടുതലാണ്. വിൽ നോട്ട് ഡിറ്റക്ട് പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ. വേറെ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ ഒന്നും ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, സ്മോക്കോ ഒന്നും പറ്റില്ല. ഇവിടെ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആണ്. ഇനി അതിൻ്റെ വേറൊരു ടൈപ്പാണ് റേറ്റ് ഓഫ് റൈസ് ടൈപ്പ്. റേറ്റ് ഓഫ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്, ഇപ്പോൾ ടെമ്പറേച്ചർ സാധാരണ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ചെറിയ വേരിയേഷനൊക്കെ കൂടാം. ചിലപ്പോൾ ചെറുതായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാം. സപ്പോസ് ഇപ്പോൾ നമ്മൾ 30 ഡിഗ്രിയാണ് നോർമൽ ടെമ്പറേച്ചർ, ചില സമയത്ത് അത് 31, 32 അല്ലെങ്കിൽ 29, 28 ഇങ്ങനെ വേരിയേഷൻ വരും. ഇപ്പോൾ ഫയറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഷൂട്ടാവും. ഇപ്പോൾ 30 ഉള്ളത് ഒരു 40, 50 കൂടും. അപ്പോൾ ഏകദേശം എത്ര വന്നു? 10 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ വന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് റൈസ് ടൈപ്പ്. റേറ്റ്, നിരക്ക്, അതായത് എത്രമാത്രം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. മറ്റേത് നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് വെക്കുക, ആ ടെമ്പറേച്ചറിലോട്ട് എത്തുമ്പോഴാണ് ആ സിസ്റ്റം ഓൺ ആവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ 10 നിന്ന് 20 ആയാലും സിസ്റ്റം വർക്കാവും, 20 നിന്ന് 30 ആയാലും സിസ്റ്റം വർക്കാവും. അതായത് നമ്മൾ വെച്ചിട്ടുള്ളത് 10 ഡിഗ്രിയാണ് നമ്മുടെ വാല്യൂ എങ്കിൽ, അതായത് 10 ഡിഗ്രി കൂടുമ്പോഴാണ് സിസ്റ്റം അലാം തരേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 നിന്ന് 20 പോയാലും 20 നിന്ന് 30 പോയാലും സിസ്റ്റം സിഗ്നൽസ് തരും. മറ്റേത് എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞ 58 എത്തുമ്പോൾ മാത്രമേ തരുള്ളൂ. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എത്ര നിരക്കിനെയാണ് നോക്കുന്നത്, എത്ര നിരക്ക്, എത്ര 10 നമ്മൾ 10 ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ 10 കൂടുന്നുണ്ടോ, 10 ഡിഗ്രി ഉള്ളതിനേക്കാൾ 10 ഡിഗ്രി കൂടുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും ഇത് നോക്കുന്നുണ്ടാവുക. 10 ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ റേറ്റ് ഓഫ് റൈസ്, ആ പേര് തന്നെ ഉണ്ട്, റൈസ് ആവുന്നതിൻ്റെ റേറ്റ്, നിരക്ക്, അതിൻ്റെ ബേസിലാണ് ഈ സിഗ്നൽ അല്ലെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ ഫിൽഡ് ചാമ്പർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് റേറ്റ് കോമ്പൻസേഷൻ ഡിറ്റക്ടറാണ്. രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഫിഗറിൽ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് അല്ല, നമ്മളിവിടെ എയർ ഉണ്ട്. ഇപ്പോൾ നോർമൽ കേസിൽ എയറിൻ്റെ ചെറിയ ഫ്ലോ ഉണ്ടാവും, അത് ഇതിലൂടെ എസ്കേപ്പായി പോവും. പക്ഷേ ആ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും ആ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ഈ ഡയഫ്രത്തിൽ വന്നിട്ട് ആ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ആവും. അപ്പോൾ ഈ ഡയഫ്രം വന്ന് ഇതിൽ ക്ലോസ്ഡ് ആവും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ ഫയർ അലാം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് എയർ ഫിൽഡ് ചാമ്പർ ടൈപ്പാണ്. ഇതിനകത്ത് നമ്മൾ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ എയറിനകത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ ടെമ്പറേച്ചർ
ചെറിയ വേരിയേഷൻ ആണെങ്കിൽ ഇത് അതിലൂടെ എസ്കേപ്പ് ആയി പോകും, ഡയഫ്രത്തിന് പുറത്തൂടെയൊക്കെ പോകും. വൺസ് ടെമ്പറേച്ചർ റേസ് നമ്മൾ ആ ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഈ ഡയഫ്രത്തിൻ്റെ ഈ ഒരു സർക്യൂട്ട് അത് ക്ലോസ് ചെയ്യും. ഡയഫ്രം ഇത് ഗ്യാസ് എക്സ്പാൻഡ് ആവും, ഡയഫ്രം വെച്ച് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും, അങ്ങനെ ഫയർ അലാംസ് പ്രൊഡ്യൂസ് ആവും. അതാണ് എയർ ഫിൽഡ് ചേമ്പർ ടൈപ്പ്. ഇനി അടുത്തത് റേറ്റ് കോമ്പൻസേഷൻ ഡിറ്റക്ടർ. റേറ്റ് കോമ്പൻസേഷൻ ആണെങ്കിലും എയർ ഫിൽഡ് ആണെങ്കിലും രണ്ടും റേറ്റ് ഓഫ് റൈസിൻ്റെ പേരിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എത്ര ടെമ്പറേച്ചർ നമ്മളൊരു പർട്ടിക്കുലർ ത്രെഷോൾഡ് ടെമ്പറേച്ചർ റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത്രയും ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഇത് അലാംസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ എയർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്, അതിനാണ് സ്ട്രിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് മുകളിലുണ്ട്, രണ്ടാമത്തെ സ്ട്രിപ്പ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സ്ട്രിപ്പിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനൊരു കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്ട്രിപ്പിന് നമ്മൾ കോട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, അത് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ സ്റ്റോപ്പറും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വയർ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ആ രണ്ട് വയർ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് നമുക്കിത് ഫയർ അലാം പ്രൊഡ്യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റേറ്റ് കോമ്പൻസേഷൻ ഡിറ്റക്ടറിനകത്ത് എന്തൊക്കെ പാർട്ടുണ്ടെന്ന് കൂടി പറയാം. രണ്ട് സ്ട്രിപ്പുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകളുണ്ട്. അതിലൊന്ന് കോട്ടഡ് ആണ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്, ഒന്ന് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ നമുക്കൊരു ബ്രേക്കർ ഉണ്ട്, രണ്ട് കോണ്ടാക്ട് പോയിന്റുകളുണ്ട്. ഓക്കെ, വൺസ് നമുക്ക് ഇങ്ങോട്ട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലാണ് ഹീറ്റ് എങ്കിൽ നമ്മുടെ ഇത് ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അത് ചെറിയ ഹീറ്റ് വന്നാൽ തന്നെ ചെറുതായിട്ട് ബെൻഡ് ആവും. ഓക്കെ, ഇനി ഹീറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു കോണ്ടാക്റ്റ് ഹീറ്റിൻ്റെ അളവ് റേറ്റ് ഓഫ് റൈസ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. സർക്യൂട്ട് ക്ലോസ്ഡ് ആയിട്ട് നമുക്കതിൻ്റെ ഫയർ അലാം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫയർ അലാം പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതൊരു പർട്ടിക്കുലർ ലിമിറ്റിന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കർ വെച്ചിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റേറ്റ് ഓഫ് റൈസ് ടൈപ്പ്. എക്സാമിന് ചോദിച്ച ഫിഗർ വരയ്ക്കുക, നിങ്ങളുടെ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലെയിം ഡിറ്റക്ടറാണ്. അപ്പോൾ നമ്മൾ സ്മോക്ക് പഠിച്ചു, ഹീറ്റ് പഠിച്ചു, അടുത്തത് ഫ്ലെയിം ഡിറ്റക്ടറാണ്. ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫ്ലെയിം ഉണ്ടാവും. അത് നമുക്ക് വിസിബിളി ചില സമയത്ത് നമ്മൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആ ഫ്ലെയിം കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലത്താണ് തീയെങ്കിൽ ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റിക്കൊള്ളും. നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കവിടെ ഫയർ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സിറ്റുവേഷൻ നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്ത സിറ്റുവേഷനായിരിക്കും ഫയർ ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഫ്ലെയിം ഡിറ്റക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, flame detectors are primarily intended to protect areas where anticipated fires will develop quickly with little or no incipient or smoldering stage. ഇത് സ്മോൾഡറിങ് സ്റ്റേജ് ഒന്നുമില്ല, പെട്ടെന്ന് കത്തിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ സാധാരണ ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുക. ഓർ വേർ ഇഗ്നിഷൻ ഈസ് ആൾമോസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കത്തിപ്പിടിക്കുന്ന കേസ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഫ്രാറെഡും അതുപോലെ തന്നെ അൾട്രാ വയലറ്റും. രണ്ട് ടൈപ്പ് ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് ആണ് നമുക്കുള്ളത്, ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും, IR അല്ലെങ്കിൽ UV. ഇതവിടെ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് ഹൈലി കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ഉള്ളിടത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റെസ്പോൺസ് ഉള്ളിടത്ത്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഫ്ലെയിം ഡിറ്റക്ടർ നമുക്കിപ്പോൾ അവിടെ സ്മോക്കൊക്കെ ഉണ്ടായി വളരെ സാവധാനം നടക്കുന്ന ഹീറ്റാണ്, സാവധാനം നടക്കുന്ന ഫയർ ആണെങ്കിൽ നമുക്ക് സ്മോക്ക് ഡിറ്റക്ടർ ഇതൊക്കെ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് സ്മോക്ക് ഒന്നും തരാതെ, ഒരു സൂചനയും തരാതെ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പിടിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ സാധാരണ ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. സാധാരണ ഗ്യാസോലിൻ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ, പമ്പിംഗ് സ്റ്റേഷൻ, റിഫൈനറീസ്, എയർക്രാഫ്റ്റ് ഹാങ്ങേഴ്സ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഫ്ലെയിം ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ ആൾറെഡി പറഞ്ഞു, ഇൻഫ്രാറെഡും അതുപോലെ തന്നെ UVയും. അതിന് ഇൻഫ്രാറെഡ് ഡിറ്റക്ടറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അതൊരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലൂടെ പോകും. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതിന് മുമ്പ് നമുക്കൊരു ലെൻസ് ആൻഡ് ഫിൽറ്റർ ഉണ്ട്. ഈ വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളതൊരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലോട്ട് കൊടുക്കും. അതിലൂടെ കറണ്ട്, ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ വരുന്ന സിഗ്നലിൽ കറണ്ടാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലെയിമിനകത്തുള്ള ഇൻഫ്രാറെഡിനെ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മുടെ എയിം. അപ്പോൾ ഈ വരുന്ന ഇൻഫ്രാറെഡിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലോട്ട് മാറ്റിയാലേ അവിടെ ഈ ഇൻഫ്രാറെഡോ അല്ലെങ്കിൽ ഫയറോ ഉണ്ടായി. ഇൻഫ്രാറെഡ് ഉണ്ടെങ്കിൽ അവിടെ ഫയർ ഉണ്ട് എന്നാണ് അർത്ഥം. ഇൻഫ്രാറെഡ് ഫ്ലെയിമിനകത്ത് ഇൻഫ്രാറെഡ് ഉണ്ടാവും. ഈ ഇൻഫ്രാറെഡിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫയർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളടുത്ത് ഈ ഇൻഫ്രാറെഡിനെ റിസീവ് ചെയ്യാനൊരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലുണ്ട്. ആദ്യം അതിനെ
ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലൂടെ പാസ് ചെയ്യും. ഫോട്ടോ ഇലക്ട്രിക് സെല്ല് അത് ഈ കൺവേർട്ട് ചെയ്യണം, അത് ആക്ച്വലി ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്, ഒരു സിഗ്നലിനെ വേറെ സിഗ്നലിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. ഇത് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ അത് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ അതിനെ ടൈം ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും, ഇതൊക്കെ ഈസിയുടെ ടേമാണ്, ജസ്റ്റ് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ കുറേ പറയുന്നുണ്ട്. നമുക്കൊരു ടൈമർ ഉണ്ട്. ഈ ടൈമറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ അലാമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അലാം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ഇൻഫ്രാറെഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫ്ലെയിം ഉണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒരു ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ. ഇനി അൾട്രാവയലറ്റ് ഫ്ലെയിം ഡിറ്റക്ടർ ആണ്. അൾട്രാവയലറ്റ് ഫ്ലെയിം ഡിറ്റക്ടറിനകത്ത് നമുക്കൊരു ഗ്യാസ് ഫിൽഡ് ട്യൂബ് ഉണ്ടാവും. അതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസിനെ അൾട്രാവയലറ്റ് റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അയണൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അയണൈസ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് എന്തായിട്ട് മാറും, കണ്ടക്റ്റീവായിട്ട് മാറും. ഗ്യാസ് കണ്ടക്റ്റീവ്, അതായത് നോർമൽ സ്റ്റേജിൽ ആ ഗ്യാസ് ഒരു ഇൻസുലേറ്റർ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. വൺസ് നമുക്ക് ഈ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ അൾട്രാവയലറ്റ് കാരണം നമ്മുടെ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യും. അപ്പോൾ അത് കണ്ടക്ടറാക്കി മാറ്റുമ്പോൾ സർക്യൂട്ട് ക്ലോസ് ആവും. അങ്ങനെ നമുക്ക് അലാംസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പറയുന്നുണ്ട് നമുക്ക് ദ സൺസ് റേസ് ആൻഡ് ആർട്ടിഫിഷ്യൽ റേസ് ഹാവ് നോ എഫക്റ്റ് ഓൺ യു വി ഡിറ്റക്ടർ. ഈ സൺ റേസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റേസിനൊന്നും യു വി ഡിറ്റക്ടറിന് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇലക്ട്രിക് ആർക്ക് ഉള്ളിടത്ത്, അതായത് ഇപ്പോൾ ആർക്ക് വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നിടത്ത് നമുക്ക് ഈ ഒരു സാധനം കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. യു വി ഡിറ്റക്ടേഴ്സ് ആർ സെൻസിറ്റീവ് ടു മോസ്റ്റ് ഓഫ് ഫയർസ് ഇൻക്ലൂഡിങ് ഹൈഡ്രോകാർബൺ, മെറ്റൽസ്, സൾഫർ, ഹൈഡ്രജൻ, ഹൈഡ്രസിൻ ആൻഡ് അമോണിയ. ഇതാണ് ഒരു അൾട്രാവയലറ്റ് ഫ്ലെയിം ഡിറ്റക്ടറിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ചാമ്പർ കാണാൻ പറ്റും, ഗ്യാസ് ഫിൽഡ് ചാമ്പർ. ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഇതിനകത്ത് 2 ഇലക്ട്രോഡ് ഉണ്ട്. ഈ 2 ഇലക്ട്രോഡിൻ്റെ അടിയിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നോർമൽ സ്റ്റേജിൽ അവിടെ നമ്മളെ ഇതൊന്നും ഇല്ലെങ്കിൽ, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് ഇവിടുത്തെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. വൺസ് അൾട്രാവയലറ്റ് റേസ് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സിഗ്നലായിട്ട് നമുക്ക് തരും. ഒരു റിലേ സർക്യൂട്ട് അവിടെ കാണാം. ആ റിലേ സർക്യൂട്ട് വൺസ് അതിൻ്റേത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അലാം സർക്യൂട്ടിലോട്ട് അത് സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് അലാംസ് ഉണ്ടാവുക. ജസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഒരു ചാമ്പർ, അതിനകത്ത് ഗ്യാസ് ഉണ്ട്, അത് ആംപ്ലിഫയറിലോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അലാം കിട്ടുന്നു. ഇത്രയാണ് അവിടെ അൾട്രാവയലറ്റ് ഫ്ലെയിം ഡിറ്റക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഓരോ ഡിറ്റക്ടറും എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവർ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ സാധാരണ ഓഫീസ് റൂമിലൊക്കെ നമ്മൾ അയണൈസേഷൻ ടൈപ്പ് സ്മോക്ക് ഡിറ്റക്ടറാണ് വെക്കാറ്. അതേപോലെ തന്നെ സ്വിച്ച് ഗിയർ റൂംസ്, അവിടെയൊക്കെ നമ്മൾ അയണൈസേഷൻ ടൈപ്പ് സ്മോക്ക് ഡിറ്റക്ടറാണ് വെക്കുക. ഇനി ബാറ്ററി റൂമിലാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് റൈസ് ടെമ്പറേച്ചർ ഹീറ്റ് ഡിറ്റക്ടറാണ് സാധാരണ വെക്കാറ്. ഇനി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള വേറൊരു സാധനമാണ് ഫ്ലെയിമബിൾ ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലെയിമബിൾ ഗ്യാസ് ഡിറ്റക്ഷൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്മോക്ക് ഡിറ്റക്ഷനെ കുറിച്ചും ഫ്ലെയിം ഡിറ്റക്ഷനെ കുറിച്ചും ഹീറ്റ് ഡിറ്റക്ഷൻ്റെയും മെത്തേഡ്സ് പഠിച്ചു. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 3 ആദ്യം വൃത്തിക്ക് പഠിക്കുക. പിന്നെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്ലെയിമബിൾ ഗ്യാസ് ഡിറ്റക്ഷൻ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇത് ഫ്ലെയിമബിൾ ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും, മറ്റേത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഫ്ലെയിമബിൾ ഗ്യാസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഫ്ലെയിമബിൾ ഗ്യാസ് ഡിറ്റക്ഷൻ. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ 2 മെത്തേഡാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പെലിസ്റ്റർ അല്ലെങ്കിൽ കാറ്റലിറ്റിക് ബെഡ് ഡിറ്റക്ടർ ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസർ ഗ്യാസ് ഡിറ്റക്ഷൻ മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡാണ് ഫ്ലെയിമബിൾ ഗ്യാസ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഒന്ന് പെലിസ്റ്റർ ഓർ കാറ്റലിറ്റിക് ബെഡ് ഡിറ്റക്ടർ, അതുപോലെ തന്നെ ലേസർ ഗ്യാസ് ഡിറ്റക്ടർ. ഇത് പേര് കേട്ടിട്ട് പഠിക്കുന്നു വേണ്ട, സിമ്പിൾ സാധനമാണ്, വർക്കിംഗ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഈ പെലിസ്റ്റർ ഓർ കാറ്റലിറ്റിക് ബെഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 2 ബെഡാണ്, ഒന്ന് ആക്റ്റീവ് ബെഡും ഒന്ന് റെഫറൻസ് ബെഡും. ഓക്കെ, ഒരു ആക്റ്റീവ് ബെഡും ഒരു റെഫറൻസ് ബെഡും ഉണ്ട്. ഈ ആക്റ്റീവ് ബെഡിന് അതിന് പേര് വരാൻ കാരണം ഇതിൽ നമ്മളൊരു കാറ്റലിസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇതിലോട്ട് ഫ്ലെയിമബിൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ, ആൾറെഡി ഇവിടെ ഹീറ്റാണ്, ഈ ഫ്ലെയിമബിൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഈ ഹീറ്റ് കാരണം ഈ ഫ്ലെയിമബിൾ ഗ്യാസ് കത്താൻ തുടങ്ങും. ഓക്കെ, അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഫ്ലെയിമബിൾ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് അത് കത്തിയത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഫ്ലെയിമബിൾ ഗ്യാസിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇവിടെ ആക്റ്റീവ് ബെഡ് റെഫറൻസ് ബെഡ് 2 ബെഡ് കൊടുത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് നമുക്ക് അറിയാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 3 അറിയുന്ന റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ അറിയാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും അല്ലേ? ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതേ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്. നമുക്ക് അറിയുന്ന റീഡിങ്സ് ഉള്ള സാധനമാണ് റെഫറൻസ് ബെഡ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഹീറ്റിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കും. അത് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ ബാലൻസ് പോകും. അപ്പോൾ അത് എത്രമാത്രം ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ഫ്ലെയിമബിൾ ഗ്യാസിൻ്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം. പെല്ലിസ്റ്റർ ഓർ കാറ്റലിറ്റിക് ബെഡ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ 2 ബെഡ്, ഒരു ആക്റ്റീവ് ബെഡ്, ഒരു റെഫറൻസ് ബെഡ്. ഇതിൽ ആക്റ്റീവ് ബെഡ് ആൾറെഡി ഹീറ്റ് ആയിരിക്കും. ഇതിലോട്ട് ഫ്ലെയിമബിൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കും. അതിന് നമ്മൾ കത്തിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. കത്തുന്നുണ്ടോ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കത്തിക്കും. ഇത് കത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സർക്യൂട്ടിൻ്റെ ബാലൻസ് പോകും. സർക്യൂട്ടിൻ്റെ ബാലൻസ് പോയി കഴിഞ്ഞാൽ എത്രമാത്രം അവിടെ ഫ്ലെയിമബിൾ ഗ്യാസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഉള്ളത് ആക്റ്റീവ് ബെഡ് കോട്ടഡ് വിത്ത് കാറ്റലിസ്റ്റ് ആണ്. സാധാരണ നമ്മൾ പ്ലാറ്റിനം ഓർ പലേഡിയാണ് കോട്ട് ചെയ്യാറ്. പിന്നെ റെഫറൻസ് ബെഡ് ഉണ്ട്, അത് കാറ്റലിസ്റ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ രണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഡിറ്റക്ടർ ഈസ് കണക്റ്റഡ് ടു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഫ്ലെയിമബിൾ ഗ്യാസ് എൻറ്റേഴ്സ് ദ ഡിറ്റക്ടർ, ഗ്യാസ് ബേൺസ് ഓൺ ദ കാറ്റലിറ്റിക് ബെഡ് സർഫസ്, ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ഓക്സിഡേഷൻ. അപ്പോൾ ഇതിലോട്ടൊരു ഗ്യാസ് വരുന്നു, ആ ഗ്യാസ് ബേൺ ചെയ്യുന്നു. ഈ ഓക്സിഡേഷൻ കാരണം അവിടെ ഗ്യാസ് ബേൺ ചെയ്യുന്നു. ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ആക്റ്റീവ് ബെഡ് ഇൻക്രീസസ്, ബ്രിഡ്ജ് സർക്യൂട്ട് ഡിറ്റക്ട് ഇംബാലൻസ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറുമ്പോൾ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ട് എത്രമാത്രം വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് സാധാരണ ഇവിടെയുള്ള LEL എന്ന് പറഞ്ഞാൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റിൻ്റെ ബേസിലാണ് സാധാരണ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റാറ്. LEL എന്ന് പറഞ്ഞാൽ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻ എയർ കേപ്പബിൾ ഓഫ് ഇഗ്നീഷൻ. അപ്പോൾ ഇഗ്നീഷന് കേപ്പബിൾ ആയിട്ടുള്ള നമ്മൾ ആൾറെഡി LFL കുറിച്ച് പറഞ്ഞിരുന്നു. അതന്നെയാണ് ആക്ച്വലി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. മിനിമം എത്ര ഗ്യാസ് വേണം അവിടെ ഒരു ഇതുണ്ടാവും, മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എയറിനകത്ത് എത്ര ഗ്യാസ് വന്നാലാണ് അവിടെ മിനിമം ആ ഒരു ഫയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ആ ലിമിറ്റിൻ്റെ ബേസിലാണ് സാധാരണ ഇത് പ്രെഡിക്റ്റ് ചെയ്യാറ്. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, പെലിസ്റ്റർ ടൈപ്പ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് ബെഡ് ഡിറ്റക്ടർ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ചില സിലബസിൽ പെലിസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ആക്ച്വലി കാറ്റലിറ്റിക് ബെഡ് തന്നെയാണ്. അതിൻ്റെ വേറൊരു പേരാണ് പെലിസ്റ്റർ എന്ന് പറഞ്ഞാൽ. 2 ബെഡ് ഉണ്ടാവും, ആക്റ്റീവ് ബെഡ്, ഒന്ന് റെഫറൻസ് ബെഡ്. ഇത് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ബാലൻസ് ചെയ്ത കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഈ ആക്റ്റീവ് ബെഡിൻ്റെ പ്രത്യേകത നമ്മൾ കാറ്റലിസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. സാധാരണ പ്ലാറ്റിനം ഓർ പലേഡിയം ആയിരിക്കും. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിമബിൾ ഗ്യാസ് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ വഴി അത് കത്തും. അത് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ് പോകും. ആ ബാലൻസ് എത്രമാത്രം വേരിയേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ബേസിലാണ് ഇവിടെയുള്ള ഫ്ലെയിമബിൾ ഗ്യാസിൻ്റെ എമൗണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്തതാണ് ലേസർ ഗ്യാസ് ഡിറ്റക്ഷൻ. ലേസർ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ ഉണ്ട്, ലേസർ യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള ഗ്യാസിൻ്റെ പ്രസൻസ്, ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ TDLAS ആണ്, അല്ലെങ്കിൽ ട്യൂണബിൾ ഡയോഡ് ലേസർ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ലേസർ ഗ്യാസ് ഡിറ്റക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്ത് വെക്കുക, TDLAS അല്ലെങ്കിൽ ട്യൂണബിൾ ഡയോഡ് ലേസർ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇവിടെ നമുക്കൊരു ലേസർ ട്രാൻസ്മിറ്റർ ഉണ്ട്. ലേസർ സിഗ്നൽസ് ഇൻഫ്രാറെഡ് ആണ് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഫ്രാറെഡ് ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് ചോദിച്ചാലും ലേസർ ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് ചോദിച്ചാലും സെയിം ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ നമുക്കൊരു ഇൻഫ്രാറെഡ് ഉണ്ടാക്കുന്ന ഒരു ലേസർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ലേസർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞത്. ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു റിസീവർ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാസ്, നോർമൽ കേസിലാണെങ്കിൽ ആ ബീം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര സിഗ്നലാണ് ഇവിടെ കൊടുത്താൽ അത്രയും സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കിട്ടും. ഇവിടെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിടുന്ന സിഗ്നലിൻ്റെയും ഇവിടെ റിസീവറിൽ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെയും എമൗണ്ടിൽ തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് എത്രമാത്രം ഉണ്ട്, ഇവിടെ കിട്ടുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് ഇവിടെയുള്ള ഗ്യാസിൻ്റെ പ്രസൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലേസർ ഗ്യാസ് ഡിറ്റക്ഷൻ. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ. ലേസർ ട്രാൻസ്മിറ്റർ എമിറ്റ് ഇൻഫ്രാറെഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് ബീം പാസസ് ത്രൂ അറ്റ്മോസ്ഫിയർ, ടാർഗറ്റ് ഗ്യാസ് അബ്സോർബ് സ്പെസിഫിക് വേവ് ലെങ്ത്, റിസീവർ മെഷേഴ്സ് ബീം ഇൻറ്റൻസിറ്റി റിഡക്ഷൻ, ഡിറ്റക്ടർ കാൽക്കുലേറ്റ് ഗ്യാസ് കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്യാസിനും ഇതിലൂടെ വരുന്ന ലൈറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. എല്ലാ ഗ്യാസിനും എല്ലാ വേവ് ലെങ്ത്തും പറ്റില്ല. ഓരോ ഗ്യാസിനും ഓരോ പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റിസീവറിലോട്ട് വരുന്ന സിഗ്നൽസിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് ഏത് ടൈപ്പ് ഗ്യാസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ. അപ്പോൾ റിസീവറിൽ വരുന്ന സിഗ്നൽസിൻ്റെ ബേസിലാണ് അത് മെഷർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ പെലിസ്റ്റർ ഡിറ്റക്ടർ സ്വാഭാവികമായിട്ടും കോണ്ടാക്ട് ടൈപ്പ് ആണ്. മറ്റേത് റിമോട്ട് ലേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ, അപ്പോൾ റിമോട്ട് സെൻസിങ് ആണ്, കോണ്ടാക്ട് ഇല്ലാതെയാണ് ചെയ്യുന്നത്. മറ്റേത് ആ ഒരു നമ്മുടെ ആ ഒരു പെലിസ്റ്ററിലോട്ട് കോണ്ടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബെഡിലോട്ട് കോണ്ടാക്ട് വന്നാൽ മാത്രമേ അവിടെ കത്തുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, റിമോട്ട് സെൻസിങ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ വഴിയാണ് കത്തുന്നത് പറഞ്ഞത്, അപ്പോൾ ഓക്സിജൻ വേണം, ഇവിടെ നമുക്ക് ഓക്സിജൻ്റെ ആവശ്യമില്ല. പിന്നെ പെലിസ്റ്റർ ലോവർ ആക്സർ നിങ്ങളിങ്ങനെ ഓർത്തുവെച്ചാൽ മതി. പെലിസ്റ്റർ ഓൾഡ് മെത്തേഡ് അല്ലെങ്കിൽ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജി കുറഞ്ഞതാണ്. ലേസർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും ഇതിന് ആക്യുറസി കുറവാണ്, ഇതിന് ആക്യുറസി കൂടുതലാണ്. പിന്നെ ഇതിന് പോയിസണിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഗ്യാസ് നമ്മുടെ ആ ബെഡിലോട്ട് കോട്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു ബെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് പോയിസണിങ് എന്ന് പറയുന്നത്. ഇവിടെ പോയിസണിങ്ങിന് ചാൻസ് കുറവാണ്. ഈ പറഞ്ഞ കാര്യം തന്നെ വേറൊരു സ്ലൈഡിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഞാനിവിടെ ഇട്ടു എന്ന് മാത്രം. നമ്മൾ ആൾറെഡി പറഞ്ഞ കാറ്റലിറ്റിക് ഗ്യാസ് ഡിറ്റക്ഷൻ ആണ്. ഇപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഫിഗർ വരക്കണം എന്നുണ്ടെങ്കിൽ ഇത് വരച്ചാലും മതി. നമുക്കിവിടെ ഒരു സെൻസിറ്റീവ് ബെഡും നോൺ സെൻസിറ്റീവ് ബെഡ്, അല്ലെങ്കിൽ നമ്മളതിന് പറഞ്ഞ വേറെ പേരെന്തായിരുന്നു, റെഫറൻസ് ബെഡും അല്ലേ, ഒന്ന് റെഫറൻസ് ബെഡായിരുന്നു. അപ്പോൾ ഇവിടെ നോൺ സെൻസിറ്റീവ് ആണ് ആക്ച്വലി, റെഫറൻസ് മറ്റേതാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത് 400 to 500 ഡിഗ്രിയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. അതിൻ്റെ സെൻസിറ്റീവ് ബെഡ് ഉണ്ടാക്കിയത് പ്ലാറ്റിനം വയർ കോയിലാണ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനാണ് സാധാരണ അവിടെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാറ്, ബെഡായിട്ട് യൂസ് ചെയ്യാറ്. നോൺ സെൻസിറ്റീവ് ബെഡ് ഗ്യാസ് കോട്ടഡ് ആയിരിക്കാം. നിങ്ങൾ വർക്കിങ്ങിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്തത് നമ്മൾ പറഞ്ഞ ലേസർ തന്നെയാണ് ആക്ച്വലി ഇവിടെ ഇൻഫ്രാറെഡ്. ലേസർ സാധാരണ ഇൻഫ്രാറെഡ് വേവ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാ ഡയാറ്റമിക് മോളിക്യൂൾസും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള എല്ലാ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനെയും എല്ലാ ഗ്യാസിനും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഗ്യാസിനും ഓരോ പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് ആയിരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സാധാരണ ഡയാറ്റോമിക് CO2 പോലുള്ള ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ് ഈ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ ഇങ്ങനെ സിഗ്നൽസ് പോകണം. ഇൻഫ്രാറെഡ് ഗ്യാസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാത്തിൽ വേരിയേഷൻ വന്നു. All flammable hydrocarbon gas molecules absorb light in the infrared region of a spectrum. ഇതാണ് അതിൻ്റെ ഇൻഫ്രാറെഡ് ഗ്യാസ് ഡിറ്റക്ഷൻ്റെ ഒരു ഡിറ്റക്ടറിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ. സെൻസിറ്റിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോർഷനകത്ത് പഠിക്കാനുള്ളത്. നല്ലപോലെ PDF വായിച്ച് നോക്കിയിട്ട് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.